പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാനിതാ ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് മൊത്തം കട്ട് ചെയ്തിട്ടില്ല, ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, കട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു ഈ പച്ചടിക്ക്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ വിസിലൊക്കെ ഒരു 4-5 വിസിലടുപ്പിച്ചിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. പക്ഷെ ഒട്ടും വെന്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു വേവ് ഇഷ്ടമല്ല. നന്നായിട്ട് വെന്തിട്ട് കടിക്കാൻ പാകത്തിന് എനിക്കിഷ്ടമില്ല. അത് കാരണം ഞാൻ വീണ്ടും അതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയും അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്താണ് ഞാനിവിടെ അരച്ചെടുക്കാൻ പോകുന്നത്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഇഷ്ടമുള്ളവർ ഇവിടെ താഴെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊന്ന് ഉടച്ച് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് തന്നെയാണ് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് നമ്മൾ തണുത്തിട്ടൊക്കെയാണ് അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഈ പൈനാപ്പിൾ പച്ചടിയിൽ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ചേർക്കണ്ട. നമ്മൾ തൈരൊക്കെ വരുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഇതാ ഞാൻ അരപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് ഫുള്ള് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നല്ല കട്ട തൈരിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ മോരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് തിളച്ച് പിന്നെ തേങ്ങയുടെ ആ ഒരു രുചിയൊക്കെ അതിലോട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോട് ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അതിലേക്ക് ലേശം തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് പുളി നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ചല്ലേ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ആയതുകൊണ്ടും അതിനനുസരിച്ച് പുളിയേ വേണ്ടു. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുത്തുള്ളൂ. ഓൾറെഡി എൻ്റെ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല പഴുത്ത പൈനാപ്പിളാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ പുളി വേണം തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ തീ നന്നായിട്ട് ഫ്ലെയിം ആക്കിയിടുകയോ അല്ല ലോ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യാവുന്നതാണ്. തൈര് തിളച്ച് കഴിഞ്ഞാൽ അതൊരു പിരിഞ്ഞു പോകും. അപ്പോൾ ഇനി അതിലേക്ക് താളിക്കാനായിട്ട് നമുക്ക് ഒരു കറണ്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളകും കറിവേപ്പില, അത്രയല്ലേ ഉള്ളൂ. പൈനാപ്പിൾ ക്വാണ്ടിറ്റി കുറവല്ലേ, അത് കാരണം ഞാൻ അത്രേ ഇട്ട് കൊടുത്തുള്ളൂ. ഓൾറെഡി നല്ല എരിവുണ്ടായിരുന്നു. ഞാൻ ആദ്യം മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അരക്കുന്നതിലും മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ പച്ചടി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.